ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളയ്ക്ക് നേരെ വെടിവെപ്പ് ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിടയ്ക്ക്. ഫെമിന കൂടി ചേരുകയാണ്. ഫെമിന, എപ്പോഴായിരുന്നു ഈ ഒരു ആക്രമണം ഉണ്ടായത്? പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഫറൂഖ് വാഹനത്തിന് നേരെയാണ് ഇപ്പോൾ ഒരു വെടിവെപ്പ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു എങ്കിൽ പോലും വലിയൊരു സുരക്ഷാ വീഴ്ച കശ്മീർ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് ഇപ്പോൾ അദ്ദേഹം ആരോപിക്കുന്നത്. കശ്മീരിലെ ഒരു വിവാഹ ചടങ്ങിന് പങ്കെടുക്കാനായിട്ട് എത്തിയതായിരുന്നു ഫറൂഖ് അബ്ദുള്ള. കൂടെ ജമ്മു കാശ്മീരിലെ ഡെപ്യൂട്ടി CM ആയിട്ടുള്ള സുരേന്ദർ ചൗധരിയും ഉണ്ടായിരുന്നു. അവർ വിവാഹ ആഘോഷത്തിന് ശേഷം വിവാഹ ആഘോഷത്തിൽ പങ്കെടുത്തതിന് ശേഷം വാഹനത്തിലേക്ക് കയറുന്നതിനിടയ്ക്കാണ് ഇപ്പോൾ ഒരു വെടിവെപ്പ് ഉണ്ടായത്. വെടിവെച്ചയാളെ അവരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടയുകയും ആളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതിലേക്ക് നയിച്ചതെന്നുള്ള കാരണം വ്യക്തമല്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ആയത്തുള്ള ഖമേനിയുടെ വധത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് അതിനെ അപലപിച്ചുകൊണ്ട് ഇറാൻ എംബസിയിൽ ഫറൂഖ് അബ്ദുള്ള പോയി അനുശോചനം രേഖപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ ഒരു വെടിവെപ്പ് ഉണ്ടായത് കുറച്ചു നേരം മുൻപ് മാത്രമാണ് ഇത്തരത്തിൽ ഒരു വെടിവെപ്പ് ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. ശരി ഫെമിന, ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളയ്ക്ക് നേരെയാണ് വെടിവെപ്പുണ്ടായത്. ഒരു വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത് മടങ്ങവെയായിരുന്നു വെടിവെപ്പ്. ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിടയ്ക്കാണ്. വെടിയുതിർത്ത ആളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിശദാംശങ്ങളാണ് ഫെമിന പങ്കുവച്ചത്.